ഭാരതത്തിൻ്റെ ഭൂപടത്തിൽ ഏറ്റവും തന്ത്രപ്രധാനവും എന്നാൽ അങ്ങേയറ്റം ദുർബലവുമായ ഒരു ഭാഗമുണ്ട്. കൊൽക്കത്തയ്ക്ക് വടക്ക് പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിലൂടെ കടന്നുപോകുന്ന കഷ്ടിച്ച് 20-22 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ഇടുങ്ങിയ ഭൂപ്രദേശം. ഇതിനെ ഭൂമിശാസ്ത്രപരമായി സിലിഗുരി കൊറിഡോർ എന്ന് വിളിക്കുമ്പോഴും സൈനിക വൃത്തങ്ങളിൽ ഇതറിയപ്പെടുന്നത് ചിക്കൻ സ്നെക്ക് അഥവാ കോഴിയുടെ കഴുത്ത് എന്നാണ്. ഒരു കോഴിയുടെ കഴുത്ത് ഞെരിച്ചാൽ ആ പക്ഷിക്ക് എന്ത് സംഭവിക്കുമോ അതേ അവസ്ഥയാണ് ഈ ഇടുങ്ങിയ പാതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കുണ്ടാവുക. അസമും ത്രിപുരയും മണിപ്പൂരും അടക്കമുള്ള 8 സഹോദര സംസ്ഥാനങ്ങളെ ബാക്കി ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ഏക കരമാർഗമാണിത്. ഈ സുപ്രധാന മേഖലയിൽ ഉയരുന്ന പുതിയ വെല്ലുവിളികളെ നേരിടാൻ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ വിസ്മരിക്കപ്പെട്ട വ്യോമതാവളങ്ങളെ വീണ്ടും സജ്ജമാക്കാനുള്ള ഇന്ത്യയുടെ നീക്കം ആധുനിക ഭൗമരാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ പശ്ചിമ ബംഗാൾ, അസം, ത്രിപുര എന്നിവിടങ്ങളിൽ ചിതറിക്കിടക്കുന്ന ഈ പഴയ എയർ സ്ട്രിപ്പുകളുടെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടും. 1940കളിൽ ജപ്പാൻ സൈന്യം ബർമ്മ വഴി ഇന്ത്യയുടെ അതിർത്തികളിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചപ്പോൾ സഖ്യകക്ഷികൾക്ക് കരുത്തായത് ഈ താവളങ്ങളായിരുന്നു. അമേരിക്കൻ വ്യോമസേനയുടെ B-24 ലിബറേറ്ററുകളും B-29 സൂപ്പർ ഫോർട്രസുകളും ഈ റൺവേകളിൽ നിന്ന് പറന്നുയർന്ന് ശത്രുപാളയത്തിൽ നാശം വിതച്ചു. കാലക്രമേണ യുദ്ധം അവസാനിച്ചതോടെ ഈ വ്യോമത്താവളങ്ങളിൽ ഭൂരിഭാഗവും ഉപേക്ഷിക്കപ്പെട്ടു. കാട് കയറിയും തകർന്നും കിടന്നിരുന്ന ഈ ചരിത്ര സ്മാരകങ്ങളെ ഇപ്പോൾ പൊടിതട്ടിയെടുക്കാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചത് കേവലം ഒരു ഗതാഗത വികസന പദ്ധതിയല്ല, മറിച്ച് അത്യന്തം ഗൗരവമേറിയ ഒരു പ്രതിരോധ തന്ത്രമാണിത്. ബംഗ്ലാദേശിലെ പുതിയ രാഷ്ട്രീയ മാറ്റങ്ങളും അവിടുത്തെ ഭരണകൂടം സ്വീകരിക്കുന്ന ചില നിലപാടുകളുമാണ് ഇന്ത്യയെ ഇത്തരമൊരു ദ്രുതഗതിയിലുള്ള നീക്കത്തിന് പ്രേരിപ്പിച്ചത്. സിലിഗുരി കൊറിഡോറിന് തൊട്ടടുത്ത് കിടക്കുന്ന ലാൽ മോനിർഹാട്ട് എയർബേസ് നവീകരിക്കാനുള്ള ബംഗ്ലാദേശിൻ്റെ നീക്കം ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. സമീപകാലത്ത് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലേക്കുള്ള ബന്ധം വിച്ഛേദിക്കുമെന്ന തരത്തിലുള്ള വെല്ലുവിളികൾ പലതവണയായി ഉയരുകയാണ്. സിലിഗുരി കോറിഡോർ തകർക്കപ്പെട്ടാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെന്ന ഭീതി നിലനിൽക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിൽ കൂടുതൽ സൈനിക വിന്യാസവും വ്യോമ ഗതാഗത സൗകര്യങ്ങളും ഉറപ്പാക്കേണ്ടത് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. സിലിഗുരി കോറിഡോർ എന്നത് കേവലം ഒരു ചെറിയ ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസമല്ല, മറിച്ച് ഇന്ത്യയുടെ സുരക്ഷാ ക്രമീകരണങ്ങളിലെ ഏറ്റവും വലിയ പരിമിതിയാണ്. ഈ ഭാഗത്ത് ഒരു ചെറിയ സൈനിക അട്ടിമറി പോലും നടന്നാൽ വടക്ക് കിഴക്കൻ മേഖലയിലേക്കുള്ള സൈനിക നീക്കങ്ങളും ചരക്ക് നീക്കങ്ങളും പൂർണ്ണമായും തടസ്സപ്പെടും. ഇതിനെ മറികടക്കാൻ ബദൽ മാർഗങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ജൽപായ്ഗുരിയിലെ അംബാരി, പങ്ക, ദക്ഷിണ ദിനാജ്പൂരിലെ ബാലൂർഘട്ട്, മാൽഡയിലെ ജൽസാലിയ, അസമിലെ ധൂബ്രി തുടങ്ങിയ ഇടങ്ങളിലെ പഴയ വിമാനത്താവളങ്ങൾ പുനരുദ്ധരിക്കുന്നതിലൂടെ ഒരു സമാന്തര പ്രതിരോധ വലയം തീർക്കാനാണ് ഭാരതം ശ്രമിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ കൂച്ച് ബീഹാറിലും അസമിലെ കൊക്രാജാൽ ജില്ലയിലെ രൂപസിയിലും ഇതിനകം തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നത് ഈ പദ്ധതിയുടെ വേഗത വെളിപ്പെടുത്തുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ലെഡോ റോഡ് അഥവാ സ്റ്റിൽവെൽ റോഡ് വഴി സഖ്യകക്ഷികൾ ചൈനയിലേക്ക് വിഭവങ്ങൾ എത്തിച്ചിരുന്നത് ഈ മേഖലയിലെ വ്യോമത്താവളങ്ങളുടെ സഹായത്തോടെയായിരുന്നു. അന്ന് സാമ്രാജ്യത്വ ശക്തികളെ തടയാൻ ഉപയോഗിച്ച അതേ തന്ത്രം ഇന്ന് പുതിയ കാലത്തെ ഭീഷണികളെ നേരിടാൻ ഇന്ത്യ പ്രയോഗിക്കുന്നു. കേവലം സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല, ഉഡാൻ പോലെയുള്ള പദ്ധതികൾ വഴി ഈ എയർഫീൽഡുകളിലെ വാണിജ്യ ഗതാഗതത്തിനായി കൂടി തുറന്നു കൊടുക്കുന്നതിലൂടെ മേഖലയുടെ സാമ്പത്തിക വികസനവും ഒപ്പം സുരക്ഷാ സ്വാധീനവും വർദ്ധിപ്പിക്കാൻ കഴിയും. ഉൾനാടൻ ഗ്രാമങ്ങളെ വൻ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ അവിടുത്തെ ജനങ്ങളിൽ രാജ്യത്തോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും വിഘടനവാദ ചിന്തകളെ ഇല്ലാതാക്കാനും സാധിക്കും. ഈ തന്ത്രപരമായ നീക്കത്തിൻ്റെ ഭാഗമായി സൈന്യം ഇതിനകം തന്നെ പശ്ചിമ ബംഗാളിലെ ചോപ്രയിലും ബീഹാറിലെ കിഷൻഗഞ്ചിലും അസമിലെ ധുബ്രിയിലുമൊക്കെ പുതിയ ക്യാമ്പുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇത് ചിക്കൻ സ്നെക്ക് മേഖലയിലെ ഇന്ത്യയുടെ പിടിമുറുക്കത്തിൻ്റെ ലക്ഷണമാണ്. ശത്രുരാജ്യങ്ങൾ ഈ ഇടുങ്ങിയ പാതയെ ലക്ഷ്യം വെച്ചാൽ ഉടൻ തന്നെ പ്രത്യാക്രമണം നടത്താൻ പ്രാപ്തമായ വ്യോമസേനാ സംവിധാനങ്ങൾ സജ്ജമാക്കുക എന്നതാണ് ഈ പുനരുദ്ധാരണത്തിൻ്റെ കാതൽ. നിലവിൽ വൻകിട വിമാനത്താവളങ്ങളെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം ചെറിയ ചെറിയ അനേകം എയർ സ്ട്രിപ്പുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിലൂടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏത് ഭാഗത്തേക്കും സൈന്യത്തെയും സാമഗ്രികളെയും എത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യയുടെ ഈ നീക്കം അയൽ രാജ്യങ്ങൾക്കിടയിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. ദശാബ്ദങ്ങളായി സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴുമ്പോൾ ഇന്ത്യ സ്വന്തം സുരക്ഷാ കവചം ശക്തിപ്പെടുത്തുന്നത് സ്വാഭാവികമാണ്. ഈ എയർ സ്ട്രിപ്പുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ ചൈനയുടെ കടന്നുകയറ്റ ശ്രമങ്ങളെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെയും ഒരുപോലെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കരുത്ത് നൽകും. ഭൂതകാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന് കരുതി ഉപേക്ഷിച്ച റൺവേകൾ ഭാവിയിലെ യുദ്ധമുഖങ്ങളിൽ ഇന്ത്യയുടെ കാവലാളായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ചരിത്രം ആവർത്തിക്കപ്പെടും എന്ന് പറയുന്നത് വെറുതെയല്ല. 8 പതിറ്റാണ്ട് മുമ്പ് ലോകത്തിൻ്റെ വിധി നിശ്ചയിച്ച ഈ മണ്ണ് വീണ്ടും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയുടെ കേന്ദ്ര ബിന്ദുവായി മാറുകയാണ്.
സിലിഗുരി കോറിഡോറിലെ ഓരോ നീക്കവും ഇന്ത്യയുടെ അഖണ്ഡതയെ ബാധിക്കുന്ന ഒന്നായതിനാൽ ഈ യുദ്ധകാല താവളങ്ങളുടെ പുനർജന്മം വെറുമൊരു നിർമ്മാണ പദ്ധതിയല്ല, മറിച്ച് ഇന്ത്യയുടെ നിലനിൽപ്പിനായുള്ള കരുതലാണ്. ആധുനിക സാങ്കേതിക വിദ്യയും ചരിത്രപരമായ പ്രാധാന്യവും ഒത്തുചേരുന്ന ഈ പുതിയ പ്രതിരോധ സംവിധാനം വടക്ക് കിഴക്കൻ ഭാരതത്തിന് ഒരു ഉറച്ച കവചമായി മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.